വിമാനത്താവളത്തിൽ വെച്ച് യുവതി കൈകൊണ്ട് വാരി തിന്നുന്ന വീഡിയോ പോസ്റ്റ് ചെയ്ത് വിദേശ വനിത വിമർശിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതേ ചൊല്ലി വഴക്കായി, ചർച്ചയായി നെറ്റിസൺസ് തമ്മിൽ. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അഞ്ജലിയാണ് നമുക്കിപ്പോൾ ചേരുന്നത്. അഞ്ജലി, ഇപ്പോൾ നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു ട്രഡീഷൻ എന്ന് പറയുന്നത് കൈകൊണ്ട് വാരി കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനെ ഈ വീഡിയോയ്ക്ക് എടുത്ത് വിമർശിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചത്? തീർച്ചയായും സേതു പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഭൂരിഭാഗം പേരും കൈകൊണ്ടാണ് കഴിക്കുന്നത്. ഈ ഒരു വിദേശമൊഴികെ ബാക്കി എല്ലാവരും, പല വിദേശീയരും നമ്മുടെ നാട്ടിലെത്താറുണ്ട്. നമ്മൾ കൈകൊണ്ട് കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അവരും അത്തരത്തിൽ കൈകൊണ്ട് കഴിക്കാറുണ്ട്. അപ്പോഴാണ് ഈ വിദേശ വനിത ഇത്തരത്തിൽ വീഡിയോ പങ്കുവെച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നത്. ഈ വിദേശ വനിത ഒരു എയർപോർട്ടിലാണ്, ഈ യുവതിയും എയർപോർട്ടിലാണ്. അപ്പോൾ ഈ എയർപോർട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ യുവതി കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഈ യുവതി കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കണ്ട ഈ വിദേശ വനിത ഇവർ എന്ത് വൃത്തികേടാണ് കാണിക്കുന്നത്, എയർപോർട്ടിലിരുന്ന് ഇങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത് എന്ന രീതിയിലാണ് ഇവർ വീഡിയോ പങ്കുവച്ചത്. ഈ വീഡിയോ പങ്കുവച്ച ഉടനെ തന്നെ നിരവധി കമൻറ്റുകൾ ഈ വിദേശ വനിതയുടെ ഈ പോസ്റ്റിന് താഴെ വന്നു. അതിൽ ഭൂരിഭാഗവും ഈ വിദേശ വനിതയെ വിമർശിച്ചുകൊണ്ടുള്ള കമൻറ്റുകളായിരുന്നു. ഇവരെന്താണ്, ഇവരുടെ സംസ്കാരം അങ്ങനെയാണെങ്കിൽ ഈ യുവതിയുടെ സംസ്കാരം ഇങ്ങനെയാണ്, അതിൽ ഇടപെടേണ്ട ആവശ്യം വിദേശ വനിതയ്ക്കില്ല എന്ന തരത്തിലൊക്കെ നിരവധി കമൻറ്റുകൾ വന്നു. പിന്നെ മറ്റൊരു കമൻറ്റ് വന്നത് ഈ വിദേശ വനിത ഈ യുവതിയുടെ വീഡിയോ എടുക്കുന്നത് അവരുടെ അനുവാദം ഇല്ലാതെയാണ്. ഇത്തരത്തിൽ വീഡിയോ എടുക്കാൻ എങ്ങനെയാണ് ഈ വിദേശ വനിതയ്ക്ക് ആരാണ് അധികാരം നൽകിയത് എന്ന തരത്തിൽ വിവിധ തരത്തിൽ കമൻറ്റുകൾ വന്നു. ഈ കമൻറ്റുകൾ വന്നതോടെ ഈ വിദേശ വനിത വീണ്ടും ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ആ പോസ്റ്റ് ഈ വിദേശ വനിത ഇത്തരത്തിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു. ആ വിദേശ വനിത വീണ്ടും പോസ്റ്റ് ഇട്ടത് ഇപ്രകാരമായിരുന്നു. ആ വിദേശ വനിത പറയുന്നു, നിങ്ങൾ ഇത്തരത്തിൽ ആഹാരം കഴിച്ചുകൊള്ളൂ, നിങ്ങൾക്ക് ഉടനെ തന്നെ മാസ്ക് ഇടേണ്ടി വരും, അതായത് രോഗങ്ങൾ വീണ്ടും നിങ്ങളെല്ലാം ബാധിക്കും, നമ്മൾ ഇത്തരത്തിൽ ആഹാരം കഴിച്ചാൽ, കൈകൊണ്ട് ആഹാരം കഴിച്ചാൽ നമുക്കെല്ലാം രോഗം പിടിപെടും, അത്തരത്തിൽ നമ്മൾ വീണ്ടും മാസ്ക് ഒക്കെ ധരിച്ച് വീണ്ടും രോഗികളാകും എന്ന തരത്തിലാണ് വീണ്ടും അവർ പോസ്റ്റ് ഇട്ടത്. അതിന് താഴെയും നിരവധി കമൻറ്റുകൾ വന്നു. ഇപ്പോൾ ശാസ്ത്രീയമായി തന്നെ ഈ വിഷയത്തെ നോക്കിക്കാണുകയാണെങ്കിൽ നമ്മൾ ഈ കൈകൊണ്ട് കഴിക്കുന്നത് പുരാതന കാലം തൊട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, നമ്മൾ കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അതിന് ശാസ്ത്രീയമായ പല അടിത്തറകളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കൈവിരലിൻ്റെ തുമ്പത്ത് നിരവധി ഞരമ്പുകളുണ്ട്. ആ ഞരമ്പുകളെല്ലാം തന്നെ നമ്മൾ കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നെങ്കിൽ അവ ചലിക്കുകയും അത് നമ്മുടെ ദഹന പ്രക്രിയയെ സഹായിക്കുമെന്നാണ് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും തന്നെ ഇത്തരത്തിൽ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. വിദേശീയരായ പലവരും ഇവിടെ എത്തി ഈ സംസ്കാരം മനസ്സിലാക്കുകയും ഈ ശാസ്ത്രീയമായ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ശാസ്ത്രീയ വശങ്ങൾ കൂടിയാണ് അഞ്ജലി വിജയകുമാർ പ്രേക്ഷകരോട് പങ്കുവച്ചത്.